11 ഞാൻ റീൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് 7 പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ആദ്യത്തെ അറിയുന്നത് കൊണ്ട്. അപ്പോൾ 7 എന്നുള്ളതിന് നമ്മളൊരു ഏഴാം കൂലി എന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഏഴാം കൂലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഏഴാം കൂലിയാണ്, അവനൊരു ഏഴാം കൂലിയാന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് ഈ ഒരു കാര്യത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിതിങ്ങനെ നിങ്ങളെ എന്താ പറയുക, സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ പറയുന്നത് കേട്ടോ. വേറെ ഒന്നും ഇതിന് അർത്ഥമില്ല. അപ്പോൾ ഏഴാം കൂലി എന്ന് പറയുമ്പോൾ കൂലിയൊന്നും ചെയ്യാൻ മീൻസ് വേലയൊന്നും ചെയ്യാണ്ട് നടക്കുന്ന ഒരാൾ എന്നുള്ളത് കണക്ട് ചെയ്യുക. അപ്പോൾ വേലയൊന്നും ചെയ്യാണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ തൊഴിലൊന്നും ഇല്ലാത്ത ഒരാൾ, ഒരു ഏഴാം കൂലിയാണ് അവൻ എന്നിങ്ങനെ പറയില്ലേ, ഏഴാം. അപ്പോൾ തൊഴിലൊന്നും ചെയ്യാണ്ട് വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾ, ഒരു ഏഴാം കൂലി. അപ്പോൾ അവനെങ്ങനെയൊക്കെ ആയിരിക്കും? അവനൊരു പൊട്ടക്കിണറ്റിലെ തവള പോലെ ഇങ്ങനെ ഒന്നിനെ കുറിച്ച് അറിയാണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കിണറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ എന്തായിരിക്കും? പുതിയ എന്താ സാങ്കേതിക അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളൊന്നും അറിയാണ്ട് ഇങ്ങനെ അതിനോടൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് നടക്കുന്ന ഒരാളായിരിക്കും അല്ലേ. ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളൊന്നും അറിയാണ്ട് അങ്ങനെ നടക്കുന്ന ഒരാളായിരിക്കും. ആധുനിക പരമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചും അറിവുണ്ടാവില്ല. പിന്നെ വാർത്തയൊന്നും കാണാതെ പുതിയ കാര്യങ്ങളൊന്നും അറിയാണ്ട് നിൽക്കുന്ന, പിന്നെ പഴയ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരിക്കും എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഗതാഗതം എന്നുള്ളത്, അതായത് പുതിയ വണ്ടിയൊന്നും എടുത്തു പോകാണ്ട് നടന്നിങ്ങനെ പോകുന്ന ഒരാൾ, പണ്ടത്തെ ഒരാൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏഴാം കൂലി എന്ന് ഓർക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഓർക്കാം എന്നുള്ളത് ഒന്ന് നോക്കുക. തൊഴിലില്ലാത്ത ഒരാളാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. തൊഴിലില്ലാത്ത ഒരു പൊട്ടക്കിണറ്റിലെ തവള പോലെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ശാസ്ത്ര സാങ്കേതിക പുരോഗതിനെ കുറിച്ചൊന്നും അറിയാത്ത, വാർത്ത കാണാത്ത, വണ്ടി അല്ലെങ്കിൽ ഗതാഗത മാർഗങ്ങളൊന്നും ഉപയോഗിക്കാത്ത, പിന്നെ ആധുനിക കാര്യങ്ങളൊന്നും അറിയാണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഏഴാം കൂലി എന്ന് ആലോചിക്കുക. പിന്നെ സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവാത്ത ഒരാൾ, അങ്ങനെ ഒരു പെട്ടെന്ന് എന്താ പറയുക, സ്പീഡായിട്ടൊന്നും അറിയാത്ത, ഒരു ബോധം ഇല്ലാണ്ട് നടക്കുന്ന എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ഏഴാം കൂലി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിലേക്ക് ഓർക്കണം. തൊഴിലൊന്നും ഇല്ലാണ്ട്, ഒരു വേലയും ചെയ്യാണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾ, തൊഴിലില്ലാണ്ട് പൊട്ടക്കിണറ്റിലെ തവള പോലെ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളൊന്നും അറിയാതെ, വാർത്തയൊന്നും കാണാതെ, ഗതാഗത മാർഗങ്ങളൊന്നും ഉപയോഗിക്കാണ്ട്, സ്പീഡായിട്ടൊന്നും മനസ്സിലാവാത്ത, ആധുനിക കാര്യങ്ങളൊന്നും അറിയാണ്ട് നടക്കുന്ന ഒരു ഏഴാം കൂലി. അങ്ങനെ ഓർത്ത് വെക്കുക. അങ്ങനെ ഓർത്ത് വെച്ചാൽ എന്തൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ, ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തൊഴിലവസരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം, തൊഴിലവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പ്രാധാന്യം. ശാസ്ത്ര സാങ്കേതിക പുരോഗതി കൈവരിക്കുക എന്നുള്ളത് ആധുനികവൽക്കരണം ഒരു ലക്ഷ്യമായിരുന്നു. ഈ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മില്യൺ വെൽ സ്കീം വന്നിട്ടുള്ളത്. ഓക്കെ, മില്യൺ വെൽ സ്കീം, അതായത് വെൽ എന്ന് പറയുന്നത് കിണറാണ് കേട്ടോ. മില്യൺ വെൽ സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി വന്നിട്ടുള്ളത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്നത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ഓർക്കുക. വാർത്താവിനിമയ ഗതാഗത പുരോഗതിയൊക്കെ ലക്ഷ്യം വെച്ച ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 7 എന്ന് ഓർക്കുക. അപ്പോൾ ഏഴാം കൂലി എന്നാലോചിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരണം. തൊഴിലില്ലാത്ത, വാർത്ത കാണാത്ത, ഗതാഗതം ഉപയോഗിക്കാത്ത, ശാസ്ത്ര സാങ്കേതിക പുരോഗതിയൊന്നും ഇല്ലാത്ത, പൊട്ടക്കിണറിലെ തവള പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരാൾ, ആധുനികത ഒന്നും ഇല്ലാത്ത, സ്പീഡായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത ഒരാൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ളത് മറക്കരുത് കേട്ടോ. ഇനി അടുത്തത് 8 നോക്കാം. അടുത്തത് 8ാം പഞ്ചവത്സര പദ്ധതി. 8 എന്നുള്ളത് കെട്ട് എന്നാലോചിക്കാൻ. എന്ത് കെട്ടാ? തലയെക്കെട്ട്. തലയെക്കെട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരെ ഓർക്കാം? മൻമോഹൻ സിംഗിനെ അല്ലേ. മൻമോഹൻ സിംഗിന്റെ തലയിലല്ലേ ഒരു കെട്ടുള്ളത് അല്ലേ. നമുക്ക് ഒരു പ്രത്യേകതയല്ലേ, പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന. മൻമോഹൻ സിംഗിനെ പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു തലയെക്കെട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. അപ്പോൾ 8 എന്നുള്ളത് മൻമോഹൻ സിംഗിനെ ഓർക്കുക, തലയെക്കെട്ട് ഓർക്കുക, അദ്ദേഹത്തിൻ്റെ തലയെക്കെട്ട് ഓർക്കുക. മൻമോഹൻ സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളായി നിന്ന് കിട്ടും. മൻമോഹൻ സിംഗ് ആരാ? പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അല്ലേ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലേ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, PMRY എന്ന് അതിൽ നിന്ന് കിട്ടും. പിന്നെ മൻമോഹൻ സിംഗിനെ ആക്കുന്നതിന് എന്ത് കിട്ടണം? മൻ എന്നുള്ളത് മാനവം എന്ന് കിട്ടണം. നിങ്ങൾക്ക് മൻ എന്ന് ഓർക്കുമ്പോൾ മാനവം എന്ന് കിട്ടണം. മാനവ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന 8ാം പഞ്ചവത്സര പദ്ധതിയാണ്.
ഈ മാനവ വികസനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാണിജ്യവും വ്യാപാരവും ഒക്കെ നടത്തണം അല്ലേ. എന്നാലല്ലേ നമുക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമ്പത്തിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, വികസനം ഉണ്ടാവുള്ളൂ. അപ്പം മാനവ വികസനം ആലോചിക്കുമ്പോൾ അതിൻ്റെ കാരണം വ്യാപാരം, വാണിജ്യ വ്യാപാരം എന്നാലോചിക്കുക. വ്യാപാരം നടത്തണമെങ്കിൽ എന്ത് വേണം? നല്ല പുത്തൻ സ്റ്റോക്കുകൾ വേണം എന്നുള്ളതും ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 8 തലയെക്കെട്ട് ആലോചിക്കുക. മൻമോഹൻ സിംഗിനെ ഓർക്കുക. മൻമോഹൻ സിംഗിന്റെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മൻ എന്നിപ്പോൾ മാനവം ആലോചിക്കുക, മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ളതും ആലോചിക്കുക. മാനവ വികസനം എന്ന് പറയുമ്പോൾ വികസനം നടത്തണമെങ്കിൽ വ്യാപാരം നടത്തണം അല്ലേ. നമ്മൾ ബിസിനസ് ഒക്കെ ഉണ്ടായാലല്ലേ നല്ല വികസനമൊക്കെ ഉണ്ടാവും. അപ്പോൾ വ്യാപാരം നടത്തണം, വ്യാപാരം വേണമെങ്കിൽ പുത്തൻ സ്റ്റോക്ക് വേണം എന്നുള്ളതും കൂടി ഒന്ന് കണക്ട് ചെയ്യാം. ഇതിൽ എന്തൊക്കെയാണ് കിട്ടുക? റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന 8ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ആ പഞ്ചവത്സര പദ്ധതി കാലത്താണ് PMRY എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ PMRY എന്ന പദ്ധതി കൊണ്ടുവന്നത്. പിന്നെ മാനവ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന മാനവ വികസന ശേഷിയായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് മാനവ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 8ാം പദ്ധതിയാണ്. മാനവ വികസനം വേണമെന്നുണ്ടെങ്കിൽ വ്യാപാരം വേണം. വ്യാപാരം എന്നുള്ളത് ഓർക്കുക. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ട്രേഡ് വ്യാപാര സംഘടനയില്ലേ, വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പിന്നെ വ്യാപാരം നടത്തണമെന്നുണ്ടെങ്കിൽ പുത്തൻ സ്റ്റോക്ക് വേണമെന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ NSE ആലോചിക്കുക. NSE എന്താ? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലേ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പുത്തൻ സ്റ്റോക്ക് എന്നത് പുത്തൻ സാമ്പത്തിക നയം ആലോചിക്കുക. നയം ഇതും 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പുത്തൻ സാമ്പത്തിക നയം അത് വന്നതും 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ളത് ഓർക്കുക. ഒന്നുകൂടി ഓർക്കുക. 8 തലയെക്കെട്ടാണ്. തലയെ കെട്ടുന്നത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആണ്. PMRY കിട്ടി. മൻ എന്നതിൽ നിന്ന് മാനവം നമ്മൾ കണക്ട് ചെയ്യുന്നു. മാനവ വികസനം. അപ്പം മാനവ വികസനത്തിന് വ്യാപാരം, അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വ്യാപാരത്തിൽ പുത്തൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, നല്ല നല്ല സ്റ്റോക്ക് വന്നാലേ ഉള്ളൂ വ്യാപാരം ഉഷാറാവുള്ളൂ അല്ലേ. അപ്പോൾ പുത്തൻ സ്റ്റോക്ക്, പുത്തൻ സാമ്പത്തിക നയവും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ അല്ലേ. അടുത്തത് 9. അടുത്തത് 9ാം പദ്ധതിയാണേ. 9ാം പദ്ധതി നമ്മൾ 9 എഴുതുക എങ്ങനെയല്ലേ? അതിനൊന്ന് ഇങ്ങനെ എഴുതിയത് നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയല്ലേ ആളുകളെ വരച്ചിരുന്നത്? ഇങ്ങനെയല്ലേ അല്ലേ. അപ്പൊ ഇതൊക്കെ ജനങ്ങളല്ലേ അല്ലേ. ആളുകൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾ. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ വരയ്ക്കുന്നു എന്ന് ഓർത്ത് നോക്കുക. ആ 9 എന്നുള്ളൊരു ഷേപ്പിന് പിന്നെ ഇങ്ങനെ നമ്മൾ 9 എഴുതും അല്ലേ. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടീനെ പോലെ തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു ഗർഭിണീനെ പോലെയൊക്കെ ആലോചിക്കുക. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ജസ്റ്റ് അങ്ങനെയൊന്ന് ഓർക്കാൻ പറ്റുമോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് കുറേ ജനങ്ങളാണ്, ഇതൊരു സ്ത്രീയാണെന്നും ആലോചിക്കുക ഇങ്ങനെ എഴുതുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 വിധത്തിൽ നമ്മൾ 9 എഴുതുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ജനങ്ങളാണ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നൊക്കെ ജനങ്ങളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ കിട്ടി, ഒരു സ്ത്രീനെയും കിട്ടി. അങ്ങനെ ആ 9നെ നമുക്ക് കണക്ട് ചെയ്യാം. 9 എന്ന് പറയുന്നതും 50 എന്ന് പറയുന്നതും ഒരുപോലെയല്ലേ. മീൻസ് ഒരു കണക്ഷൻ ഇല്ലേ ആ വേർഡിൽ. 9 50 അല്ലേ, അങ്ങനെ പറയാലോ. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് നോക്കിയാൽ ഈ 9 നമ്മൾ കുറേ ജനങ്ങളെ വരച്ചു അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ മനുഷ്യരെ വരയ്ക്കുക. മനുഷ്യരെന്ന് പറഞ്ഞാൽ കുറേ ജനങ്ങൾ. അപ്പോൾ ഇത് ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പദ്ധതി 9ാം പദ്ധതിയായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിലാണ് 9ാം പദ്ധതി വന്നത്. അപ്പോൾ 50ാം വാർഷികം അതും 9ലാണ് എന്നോർക്കുക. 50ാം വാർഷികം 9. ഇത് കുറേ ജനങ്ങളാണ്. അപ്പോൾ ജനകീയ പദ്ധതി 9ാം പദ്ധതിയാണ്. ഇതൊരു സ്ത്രീനെ ഇങ്ങനെ വരച്ചു, ഞാനിങ്ങനെ ഒരു ഗർഭിണീനെ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നില്ല ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്നറിയപ്പെട്ടതും 9ാം പദ്ധതിയാണ്. അപ്പോൾ 9നെ സ്ത്രീയോട് ഉപമിച്ച് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച പദ്ധതിയാണ് 9. അപ്പോൾ 9 ജനങ്ങൾ, ജനകീയ പദ്ധതി. 9 ഒരു സ്ത്രീനോട് ഉപമിച്ച് നമ്മൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചത്. സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരിക എന്താ? കുടുംബശ്രീ അല്ലേ. സ്ത്രീകൾക്ക് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീ പദ്ധതി
9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പിന്നെ സ്ത്രീനെ ആലോചിക്കുന്നവരെ നമുക്ക് എന്താ ഓർമ്മ വരിക? ഒരുപാട് സ്വർണ്ണം ആലോചിച്ചൂടെ? സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീ സ്വർണം അല്ലെ? സ്വർണം. പിന്നെ സ്ത്രീനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്വർണ്ണം ആലോചിച്ചൂടെ അല്ലെ? അപ്പൊ സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്കാർ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ കാലത്താണ് കേട്ടോ. നമ്മൾ 9നെ സ്ത്രീയോട് ഉപമിച്ച് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചതാണ്. അങ്ങനെ സ്ത്രീനെ പറയുമ്പോൾ നമുക്ക് കുടുംബശ്രീ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് ഓർക്കുക. അപ്പൊ കുടുംബശ്രീ ഓർമ്മ വന്ന്. പിന്നെ സ്ത്രീക്കുള്ളത് ഓർക്കുന്ന സമയത്ത് നമുക്ക് സ്വർണ്ണമാണ് ഓർമ്മ വരുന്നത് അല്ലെ? അപ്പൊ സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്കാർ യോജന ഈ പദ്ധതിക്കാലത്താണ്. സ്വർണം എന്ന് പറയുന്നത് ഇപ്പൊ സ്വർണം വാങ്ങുക, സ്ത്രീധനം വാങ്ങുക, അല്ലെങ്കിൽ സ്വർണം വാങ്ങുക കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, കൊടുക്കുന്നത് ഇപ്പോൾ ശിക്ഷയെന്ന് ഒഴിവാക്കി തോന്നുന്നു അല്ലെ? അപ്പൊ സ്വർണം വാങ്ങുക എന്നുള്ളത് എന്താണ്? ശിക്ഷിക്കുന്ന കാര്യമാണ് അല്ലെ? സ്വർണം വാങ്ങിച്ചാൽ പിന്നെ അന്ത്യമാണ് എന്ന് ആലോചിച്ചാൽ മതി അല്ലെ? അപ്പോൾ സ്വർണം വാങ്ങുക, ശിക്ഷ, അന്ത്യം, അത് രണ്ടും ഓർക്കുക. അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് സർവശിക്ഷ അഭിയാൻ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അന്ത്യോദയ അന്നയോജന 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഓർത്ത്? 9 2 രീതിയിൽ എഴുതാം. ഒരു രീതിയിൽ എഴുതുമ്പോൾ നമ്മൾ ജനങ്ങളെ കണക്ട് ചെയ്തു, രണ്ടാമത്തെ രീതിയിൽ നമ്മൾ സ്ത്രീനെ കണക്ട് ചെയ്തു, 9 എന്ന് പറയുന്നത് നമ്മൾ 50നെ കണക്ട് ചെയ്തു. അപ്പൊ എന്തൊക്കെ നമുക്ക് ആ കണക്ഷനിലൂടെ കിട്ടി? 50ാം വാർഷികത്തില് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 50ാം വാർഷികത്തിൽ വന്ന പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതിയാണ്, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച പദ്ധതിയാണ്, അത് കിട്ടി. സ്ത്രീനെ കണക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടി. എന്താ? സ്ത്രീ കുടുംബശ്രീ കിട്ടി, കുടുംബശ്രീ സ്ത്രീന്റെ അല്ലേ? പിന്നെ സ്ത്രീ കണക്ട് ചെയ്യുമ്പോൾ സ്വർണം കിട്ടി, സ്വർണ്ണ സരോസ്കാർ യോജന കിട്ടി. പിന്നെ സ്വർണം എന്ന് പറയുന്ന ഒരു ശിക്ഷയാണ് ഇപ്പൊ അല്ലെ? സ്ത്രീധനം വാങ്ങുക, കൊടുക്കുക, സ്വർണം വാങ്ങുക എന്നൊക്കെ ഉള്ളത് ശിക്ഷയാണ് എന്നുള്ളത് വെച്ച് സർവശിക്ഷാ അഭിയാൻ നമ്മൾ പഠിച്ചു, 9ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ അന്ത്യമാണ് എന്ന് ആലോചിക്കുക അല്ലെ? ശിക്ഷ എന്ന് പറയുന്നത് നമ്മുടെ അന്ത്യ. പിന്നെ അന്ത്യോദയ അന്ന യോജന. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 10 എന്ന് പറയുമ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിനെ ഒന്ന് ഓർക്ക്. നമ്മൾ പഠിച്ച് 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നമുക്കൊരു വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? 10ാം ക്ലാസ് അല്ലേ നമ്മൾ പണ്ട് മുതലേ അല്ലേ നമ്മളൊരു വഴിത്തിരിവ് എന്നൊക്കെ പറയുന്ന ഒരു 10ാം ക്ലാസ് ആണ് അല്ലേ? 10ാം ക്ലാസ്സിൽ എത്തിയാലാണ് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഏത് മേഖലയിലേക്കാണ് പോകാൻ ഇഷ്ടം, അല്ലെങ്കിൽ ആരാണ് നിങ്ങളൊരു റോൾ മോഡൽ എന്നൊക്കെ വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് നോക്കാം അല്ലേ? അങ്ങനെയല്ലേ? ഒരു പ്രത്യേക ഒരു വഴിത്തിരിവുള്ളൊരു ഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറഞ്ഞു വെച്ച ഒരു കാര്യമാണ്. അങ്ങനെയൊന്നും ഒരു സംഭവം ഇല്ല 10ാം ക്ലാസ്സിൽ. പക്ഷെ നമ്മൾ അങ്ങനെ ഓർക്കൂലേ നമ്മൾ. അപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് എന്നുള്ളത് ഓർത്താൽ 10ാം പഞ്ചവത്സര പദ്ധതിനെ നമ്മൾ പഠിക്കും. അപ്പോൾ 10ാം ക്ലാസ്സിലെത്തി. അപ്പോൾ ഓർക്കുക, അതൊരു എന്താ പറയുക, നമ്മളോട് എന്താവണമെന്നും ആരെയാണ് നിങ്ങൾ റോൾ മോഡലാക്കുന്നത് എന്നൊക്കെ ഒന്ന് ഒന്ന് ചിന്തിക്കുക 10ാം ക്ലാസ്സിൽ. അപ്പോൾ 10 എന്ന് പറയുന്നത് ഒരു മോഡൽ എന്നുള്ളത് ആലോചിക്കുക അല്ലേ? ഒരു മോഡൽ എക്സാം ഒക്കെ നടത്താൻ 10ാം ക്ലാസ് ഒക്കെ എത്തിയിട്ട് അങ്ങനെ ഒരു മോഡൽ എന്നുള്ളത് 10 എന്ന് പറയുന്നത് നമുക്കൊരു മോഡലാണ് എന്നുള്ളത് ഓർക്കുക. 10ാം ക്ലാസ്സിനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ആ മോഡൽ എന്നുള്ളതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നോ? കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. പിന്നെ മോഡലാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് വളരെ എന്താ പറയുക, വലിയൊരു മനുഷ്യനുണ്ട്, APJ അബ്ദുൽ കലാം അല്ലേ? നമുക്ക് ഭയങ്കര റോൾ മോഡലൊക്കെ ആക്കാൻ പറ്റിയൊരു മനുഷ്യനല്ലേ അദ്ദേഹം? നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. അപ്പോൾ APJ അബ്ദുൽ കലാമിനെ മോഡൽ എന്ന് പറയുമ്പോൾ ഓർക്കുക. 10 എന്ന് പറയുമ്പോൾ നമ്മളൊരു മോഡൽ എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റണം നമുക്ക്. 10ാം ക്ലാസ് നമുക്കൊരു വഴിത്തിരിവുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ഒരു കാര്യമാണ് എന്നുള്ള മൈൻഡിൽ ആലോചിച്ച് വെച്ചിട്ട് നമുക്ക് മോഡൽ എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു കിട്ടണം. അപ്പോൾ കേരള മോഡൽ പദ്ധതി എന്നറിയപ്പെടുന്ന 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. APJനെയാണ് നമ്മളിവിടെ റോൾ മോഡലായിട്ട് എടുക്കുന്നത് കേട്ടോ 10ാം ക്ലാസ്സിൽ നിന്ന്. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ APJന്റെ പുര എന്ന് പറയുന്ന ഒരു പദ്ധതി, അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ഇത് കണക്ട് ചെയ്യാം കേട്ടോ. പുര എന്ന് പറയുന്ന പദ്ധതി വന്നത് ഈ 10ാം ക്ലാസ്സിലാണ്. 10 പുര എന്ന് ആലോചിക്കുക. APJനെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര എന്താ പറയുക, ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും എന്തൊരു അവസ്ഥയിലാണെങ്കിലും അദ്ദേഹം എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് എന്നാലോചിക്കുക അല്ലേ? ആരോഗ്യമൊന്നും പ്രശ്നമാക്കാതെ ജോലി ചെയ്തിരുന്ന ഒരു വളരെ അത്രയൊരു ഉത്സാഹം കാണിച്ചിരുന്ന ഒരു മനുഷ്യനാണെന്ന് ആലോചിക്കുക. അപ്പം ആരോഗ്യം തൊഴിലും അങ്ങനെ കിട്ടും.
പിന്നെ അദ്ദേഹം കാണുമ്പോൾ നമുക്കൊരു ആശ തോന്നൂലേ, അദ്ദേഹത്തിനെ പോലെ ആവണം എന്നൊക്കെ ഒരു ആശ തോന്നും നമുക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ അല്ലേ. അപ്പം അങ്ങനെ ആശ എന്നാലോചിക്കുക. പിന്നെ വളരെ വിവരവും ഒരുപാട് വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം. അപ്പം APJനെ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. ഒരു മോഡലായിരുന്നു അദ്ദേഹം, നമുക്ക് റോൾ മോഡലൊക്കെ ആക്കാൻ പറ്റുന്നത്. ആരോഗ്യമൊന്നും വകവയ്ക്കാതെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയൊരു തൊഴിലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് തോന്നുമ്പോൾ നമുക്കൊരാശ തോന്നും അദ്ദേഹത്തിനെ പോലെ ആവാനൊക്കെ. ഒരുപാട് വിവരമൊക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു, അത്രയും ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ന് കിട്ടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ പദ്ധതിയാണ്. APJ അബ്ദുൽ കലാമിൻ്റെ പുര എന്ന പദ്ധതി ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലത്താണ്. APJ ദേശീയ ആരോഗ്യ മിഷൻ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ആശ പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആശാ വർക്കേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. പിന്നെ വിവരാവകാശ നിയമം വന്നതും 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ 10 ഒരു മോഡലായിട്ട് എടുക്കുകയാണ് നമ്മൾ. ഈ 12 എണ്ണത്തിൽ ഒരു മോഡൽ എന്ന് പറയുന്നത് 10ാം ക്ലാസ് അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു പ്രത്യേക ഒരു ടൈമല്ലേ അത് 10ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു മോഡലാണ്. അപ്പോൾ മോഡൽ APJ അബ്ദുൽ കലാമിനെയും കേരള മോഡൽ എന്ന് ആലോചിക്കുക. ആരോഗ്യ മിഷൻ, ദേശീയ ആരോഗ്യ മിഷൻ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി, ആശാ പദ്ധതി, വിവരാവകാശ നിയമം, ഇതൊക്കെ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. APJനെ ഓർത്താൽ തന്നെ ആരോഗ്യമൊന്നും വകവെക്കാതെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. നമുക്കൊരാശ തോന്നുന്നത്, അങ്ങനെ ആവണം എന്ന് ആശ തോന്നുന്ന ഒരാളാണ്, ഒരുപാട് വിവരമുള്ള ഒരാളാണ് എന്നുള്ളതും ഒന്ന് കണക്ട് ചെയ്യാം. അടുത്തത് 12. ഇനി 12 പറയുകയാണേടാ. 12 എന്ന് നമ്മൾ എഴുതുന്ന നേരം ഇംഗ്ലീഷിൽ 12 എഴുതുന്ന സമയത്ത് നമുക്കൊരു വെൽ എന്ന അതിൽ കിട്ടൂലേ, വെൽ. ഓക്കെ, വെൽ കിട്ടുന്നില്ലേ. അപ്പോൾ ഈ വെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗെറ്റ് വെൽ സൂൺ, വെൽ സെഡ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. വെൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് വളരെ സമാധാനമായിട്ട്, സുഖമായിട്ട്, അല്ലെങ്കിൽ നല്ലത് എന്നൊക്കെ ഉള്ളൊരു അർത്ഥമല്ലേ വെൽ എന്ന് പറയുന്നതിൽ അല്ലേ. അപ്പോൾ അങ്ങനെ ആ വെൽ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്ത് ചിന്തിക്കാമോ അതിൽ നിന്ന് സ്വസ്ഥമായിട്ട്, സ്ഥിരമായിട്ട്, സമാധാനമായിട്ട്, സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. വെൽ എന്നുള്ളത് 12 വെൽ, 12 വെൽ എന്നാലോചിക്കുക. വെൽ ഉഷാറായിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ സുസ്ഥിരം എന്നാലോചിക്കുക. സുസ്ഥിര വികസന പദ്ധതി അല്ലെങ്കിൽ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച പദ്ധതിയാണ് 12 പഞ്ചവത്സര പദ്ധതി, 12ാമത് കേട്ടോ. അപ്പോൾ 12 12ാം പഞ്ചവത്സര പദ്ധതി വെൽ, സുസ്ഥിരം, സ്വസ്ഥം എന്നൊക്കെ ആലോചിക്കുക. സ്വച്ഛ് ഭാരത് പദ്ധതി വന്നത് സ്വസ്ഥമായിട്ട് എന്നിരിക്കുക എന്നാലോചിക്കുക, സ്വസ്ഥമായിട്ട് എന്നാലോചിക്കുക. അപ്പോൾ സുസ്ഥിരം, സ്വച്ഛ് ഭാരത്. അപ്പോൾ നമ്മളങ്ങനെ വളരെ വെൽബീയിങ് ആയിട്ട് അല്ലെ വെല്ലായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ കിട്ടണം അല്ലേ. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റും. പിന്നെയോ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കാനൊക്കെ പറ്റിയാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെയോ നമുക്ക് ബാങ്ക് അക്കൗണ്ട്, അതിൽ നിറയെ പൈസ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക നല്ലൊരു സമാധാനപരമായിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള നമുക്ക് ചിന്തിക്കാം അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെ കിട്ടും? ഭക്ഷ്യസുരക്ഷാ ബില്ല് ഒപ്പുവെച്ചത് 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്, ഭക്ഷണം. പിന്നെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ആലോചിക്കുക. പിന്നെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു പദ്ധതി, അതായത് ജൻധൻ യോജന, ബാങ്ക് അക്കൗണ്ട്, അത് വന്നതും 12ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സ്വച്ഛ് ഭാരത്, അതും 12ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ 12 എന്നുള്ളത് വെൽ, 12 വെൽ എന്നാലോചിക്കുക. വളരെ സ്വസ്ഥമായിട്ട്, സുസ്ഥിരമായിട്ട്, സ്വച്ഛ് ഭാരത്, ജൻധൻ യോജന, ബാങ്ക് അക്കൗണ്ട്, നിറയെ പൈസയൊക്കെ ആയിട്ട്, ബാങ്കിൽ അക്കൗണ്ടൊക്കെ വെച്ച് ഒരുപാട് പൈസയൊക്കെ ആയിട്ട്, ബേട്ടി ബച്ചാവോ, അതായത് കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച്, ഭക്ഷ്യസുരക്ഷ, ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ വെൽബീയിങ് ആയിട്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ളത് ആലോചിക്കുക. 12 എന്ന് പറയുമ്പോൾ എക്സ്ട്രാ നിങ്ങൾ 2 പോയിന്റ് പഠിച്ചു വെക്കണം. മുദ്രാ ബാങ്കും മേക്ക് ഇൻ ഇന്ത്യയും കൂടെ വന്നത് 12ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ളതും കൂടെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് 1 മുതൽ 12 വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വേർഡ് ആയിക്കോട്ടെ, ആശയമായിക്കോട്ടെ ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഈ 12 എണ്ണം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ കേട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് സെറ്റായിക്കോളും. ഓക്കെ, ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ
ഇങ്ങനെ അറിയാത്ത അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഡ് അല്ലെങ്കിൽ വേർഡ് ഒക്കെ അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അറിയാത്ത അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. താങ്ക് യു.